നിനക്ക് അറിയണില്ല, മനസ്സിലായ ആരൊക്കെ എന്ത് ചെയ്യുന്നത് നീ കാണണില്ല. അതാണ് പ്രശ്നം. അത് വെളിയിലിരുന്നാലേ കാണുള്ളൂ. കണ്ണ് എല്ലായിടത്തും വേണം. അതാണ് മൈൻഡ് ഗെയിം. ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ എന്തൊക്കെ മൂവ്മെൻ്റ് എന്തൊക്കെ ഇതാണെന്ന് കാണണം. നിനക്ക് മൈൻഡിൽ ആ തോട്ട് വേണം. ഞാൻ വന്നിട്ട് പറഞ്ഞ വാക്ക് പാലിക്കണം. നീ എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നത്? എന്തിനാ വന്നത് ഓക്കെ, പക്ഷേ എന്താ പറഞ്ഞ ഈ കള്ളം പറയാണ്ട് പിന്നിൽ സംസാരിക്കാണ്ട് സ്ട്രേറ്റ് ആയിട്ട് പോണെന്ന്. പക്ഷെ ഇവിടെ നിറയെ പേര് അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നില്ലല്ലോ. അല്ല, നീ അത് ചെയ്യണ്ട. കള്ളം പറഞ്ഞോട്ടെ. പക്ഷെ നീ വന്ന് വിസിബിളായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഇരിക്കുന്നില്ലേ, അതുപോലെ പോയി ഇരിക്കണം. നീ അത് ചെയ്യണില്ല. നീ ആലോചിച്ച് നോക്ക്. ഈ 70 ദിവസത്തിൽ നീ സ്റ്റാർട്ടിങ്ങിലിരുന്നു, ഇപ്പില്ല, ഇല്ലവേ ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് നീ അത് കെയർഫുള്ളായിരുന്നോ ഞാൻ പറയുന്നുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നീ ഒന്നാമത് പറയുന്നത് സത്യമായിട്ടും ചിലത് മനസ്സിലാവത്തില്ല കേട്ടോ. സൗണ്ടിന്റെ സൗണ്ട് മനസ്സിലാവത്തില്ല. നീ എന്തിനാ പഴം വായി വെച്ചിട്ടുണ്ട്? ഇവനെന്താ പഴം വായി വെച്ചിട്ടുണ്ടോ? ഒരു ദിവസം സബ് ടൈറ്റിൽ എഴുതി കാണിച്ച് മലയാളത്തിൽ നീ ഋഷിയും കൂടെ എന്തോ സീക്രട്ട് പറയാം, ഓർക്കുന്നില്ല. സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. നൈറ്റ് ടോക്ക് വേണ്ട, അത് വേണ്ട. ലൈറ്റ് ഓഫ് ആയാൽ കിടന്നുറങ്ങും.